ഏകാദശികളിലും ഏറ്റവും ശ്രേഷ്ഠമാണ് വൈകുണ്ഠ ഏകാദശി. ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് 23 ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഹൈന്ദവ പുരാണം അനുസരിച്ച് വൈകുണ്ഠം എന്ന വാക്കിന് അർത്ഥം മഹാവിഷ്ണുവിന്റെ വാസസ്ഥലം എന്നാണ്. ഏകാദശി എന്ന വാക്കിന്റെ അർത്ഥം സംസ്കൃത പദമാണത്. അതായത് ശുക്ലപക്ഷ അല്ലെങ്കിൽ 11ാം ചാന്ദ്രദിനം, അമാവാസിക്കും പൗർണമിക്കും ഇടയിലുള്ള ദിവസം. പത്മപുരാണം അനുസരിച്ച് മഹാവിഷ്ണു മുരൻ എന്ന അസുരനോട് യുദ്ധം ചെയ്തു. പോരാട്ടത്തിനിടയിൽ വിശ്രമിക്കാൻ ഒരു ഗുഹയിലേക്ക് പോയി അസുരനെ കൊല്ലാൻ ഒരു പുതിയ ആയുധമുണ്ടാക്കി. മഹാവിഷ്ണു വിശ്രമിക്കുമ്പോൾ മുരൻ എന്ന അസുരൻ അദ്ദേഹത്തെ ഗുഹയിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചു. എന്നിരുന്നാലും അവന്റെ ശ്രമങ്ങൾ നശിച്ചു. ഒരു സ്ത്രീ രൂപത്തിലുള്ള ഊർജം വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുകയും പകരം അവനെ കൊല്ലുകയും ചെയ്തു. ആ സ്ത്രീ ശക്തിയിൽ ആകൃഷ്ടനായ മഹാവിഷ്ണു അവളെ ഏകാദശി എന്ന് വിളിച്ചു. അവൻ അവൾക്ക് ഒരു വരവും നൽകി. അവളുടെ അനുഗ്രഹമായി ആ ദിവസം വ്രതമനുഷ്ഠിക്കുന്ന ആർക്കും മോക്ഷം നൽകണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. മഹാവിഷ്ണു അവളെ ആ വരം നൽകി അനുഗ്രഹിച്ചു. അന്നു മുതൽ ഏകാദശി അല്ലെങ്കിൽ ഹിന്ദു കലണ്ടർ മാസമായ മാർഗശീർഷ അല്ലെങ്കിൽ മാർഗഴിയിലെ 11ാം ചാന്ദ്രദിനത്തിൽ ആരെങ്കിലും വ്രതമനുഷ്ഠിച്ചാൽ മോക്ഷം ലഭിക്കുകയും സ്വർഗത്തിൽ എത്തുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു.